ആദ്യം നമ്മൾ പോകുന്നത് പശ്ചിമേഷ്യയിലേക്ക് തന്നെയാണ്. ഇസ്രായേലിലെ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണത്തിൽ തിരിച്ചടിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള അതിപ്രധാനമായ വാർത്തകൾ വരുന്നു. ഇറാൻ നഗരങ്ങളായ തെഹ്റാൻ, തബ്രിസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലും വൻ സ്ഫോടനമുണ്ടായി എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ തുടരുന്ന ലബനൻ ആക്രമണമാണ് ഇറാന്റെ പെട്ടെന്നുള്ള സൈനിക നീക്കത്തിന് പ്രധാന കാരണം. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, വളരെ പ്രധാനമുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഒരു ആക്രമണം, അതിന്റെ ഒരു പ്രത്യാക്രമണം, അങ്ങനെ മേഖല കൂടുതൽ സംഘർഷമാകുന്നതിന്റെ സൂചനകൾ കൂടി. നിലവിലെ എല്ലാ സമാധാന നീക്കങ്ങളെയും തകിടം മറിക്കാൻ പോകുന്ന നീക്കമാണോ എന്ന് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുകയാണ്. നിലവിൽ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ ലഭ്യമാകുന്നു? MC നാസർ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാത്രി ബെയ്റൂത്തിന് നേരെ നടന്ന ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലക്കാണ് ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് അയച്ചത്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ആ മിസൈലുകൾ ഇസ്രായേലിൽ വരുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെടുകയും നെതന്യാഹുവിനോട് തിരിച്ചടി തൽക്കാലം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇരുവരും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം വലിയ തോതിലുള്ള പരുക്കൻ രീതിയിലേക്ക് പോലും മാറി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും തൽക്കാലം തിരിച്ചടിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല എന്ന ഒരു പ്രതികരണമായിരുന്നു ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ നൽകിയത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് വലിയ തോതിലുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ കൂടി സമ്മർദ്ദം കണക്കിലെടുത്തായിരിക്കണം അല്പം മുമ്പാണ് ഈ ആക്രമണം ഇറാനെതിരെ ആരംഭിച്ചിരിക്കുന്നത്. ഇറാന്റെ മധ്യ ഭാഗങ്ങളിലും പടിഞ്ഞാറൻ പ്രവിശ്യകളിലുമാണ് ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പോർവിമാനങ്ങൾ ഈ ആക്രമണങ്ങളിൽ പങ്കെടുക്കുന്നതായി ഇസ്രായേലിന്റെ ഡിഫൻസ് വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്ഫഹാൻ, തബ്രീസ്, തെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. ഈ ഘട്ടത്തിലും ഇപ്പോൾ ആക്രമണം തുടരുന്നതായും വലിയ സ്ഫോടന ശബ്ദങ്ങൾ പല ഭാഗങ്ങളിലും കേൾക്കുന്നതായിട്ടും ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തങ്ങൾ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേലിൽ മാത്രം പരിമിതമായിരിക്കില്ല. അമേരിക്കയുടെ മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം നീളുമെന്നൊരു മുന്നറിയിപ്പ് ഇന്നലെ രാത്രി തന്നെ IRGCയും അതോടൊപ്പം തന്നെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫ് നൽകിയിരുന്നു. ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രശ്നത്തിൽ ഇടപെടുകയും തൽക്കാലം സംയമനം പാലിക്കാൻ ഇസ്രായേലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തത്. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അല്പം മുമ്പ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇറാൻ നഗരങ്ങളിലുടനീളം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വ്യോമ അതിർത്തി പൂർണ്ണമായിട്ടും ഇറാൻ അടച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാഖ്, ജോർദാൻ, സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും വ്യോമാതിർത്തി അടച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. മേഖലയിലെ രാജ്യങ്ങളും വലിയ ആശങ്കയോടുകൂടിയാണ് ഈ പുതിയ സംഭവ തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയോടുകൂടെ തന്നെ നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു വെടിനിർത്തൽ തുടർന്ന് വരുന്നതിനിടെയാണ് വീണ്ടും ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടക്കം ഇടപെടൽ ഉണ്ടാകും. ഒരുപക്ഷെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കില്ല എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ട്രംപ് അതിനു മുൻപുള്ള ദിവസങ്ങളിൽ നെതന്യാഹുവിനെ വിളിച്ച് വലിയ രീതിയിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മോശമായി സംസാരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ട്രംപിന്റെ നിയന്ത്രണത്തിലൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതോ ഒരുപക്ഷെ ഒരു ആക്രമണം, അതിനൊരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ഒരുപക്ഷെ അവിടെ അവസാനിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ടോ നാസർ ഇതിനകത്ത്? അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ വ്യക്തമാക്കിയത് ഒരു കരാറിലേക്ക് എല്ലാം കൊണ്ടും അടുത്തിരിക്കുന്നതാണ്. ഏറിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ നിർണായകമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ ഇരുകൂട്ടർക്കും സാധിക്കും. കാരണം ഇപ്പോൾ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി തെഹ്റാനിൽ തന്നെ തുടരുകയാണ്. മുഹ്സിൻ നഖ്വി ഇറാൻ നേതാക്കളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. താൻ നൽകിയിരിക്കുന്ന അവസാന സന്ദേശം ഇറാൻ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. താൻ മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരാനുണ്ട്. ആ വ്യക്തത വരുത്താനാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടപ്പോൾ ശ്രമങ്ങൾ തുടരുന്നത്. അങ്ങനെ 2-3 ദിവസത്തിനുള്ളൊരു കരാറിലേക്ക് വരാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പ്രത്യാക്രമണങ്ങൾ വരുന്നത് അതിനെ പൂർണ്ണമായിട്ടും തകർക്കും. അത് മാത്രമല്ല, മേഖലയിലെ സംഘർഷം വലിയ തോതിൽ തന്നെ സങ്കീർണമായി മാറ്റാൻ മാത്രമേ അത്തരമൊരു ഇടപെടൽ ഉതകൂ എന്നാണ് നെതന്യാഹുവിനോട് ടെലിഫോൺ സംഭാഷണത്തിൽ ട്രംപ് ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹത്തെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേ തുടർന്നാണ് വലിയൊരു പ്രതീക്ഷ രൂപപ്പെട്ടിരുന്നത്. തൽക്കാലം
തൽക്കാലം ഇസ്രായേൽ തിരിച്ചെടുക്കുകയില്ല, ഈ ആഴ്ചയെങ്കിലും ഒരു കരാറിലേക്ക് എത്തുകയാണെങ്കിൽ അത് മേഖലയെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമായിട്ട് മാറും അല്ലെങ്കിൽ ആ നിലക്കുള്ള സമാധാന പ്രതീക്ഷകൾക്ക് ജീവൻ വെച്ചൊരു ഘട്ടത്തിലാണ് ബെയ്റൂത്തിന് നേർക്കുള്ള ആക്രമണം നടത്തിയ ഇസ്രായേൽ തീരുമാനിച്ചത്. ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ സാധ്യതയെ അട്ടിമറിക്കുക എന്നതാണ്. നേരത്തെ മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യക്ഷത്തിൽ ഈ കരാർ നീക്കങ്ങളെ അല്ലെങ്കിൽ ചർച്ചകളിൽ ഇസ്രായേലിനൊരു പങ്കില്ല. കാരണം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഇറാനും മാത്രം നടത്തുന്ന ഒരു ചർച്ചയോട് തുടക്കത്തിൽ തന്നെ നെതന്യാഹു ഗവൺമെന്റിന്, തീവ്ര വലതുപക്ഷ വിഭാഗത്തിന് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് ലബനാനിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും, ലബനാനിൽ അടി നൽകിയാൽ അത് സ്വാഭാവികമായിട്ടും കൊള്ളുന്നത് ഇറാനായിരിക്കും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് കാര്യങ്ങൾ നീക്കാൻ. തുടക്കത്തിലൊക്കെ ദക്ഷിണ ലബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളെ മാത്രമാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്ന ന്യായീകരണം നൽകിയിരുന്നു. തുടർന്നാണ് അത് ബെയ്റൂത്തിലേക്ക് കൂടി നീളാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. അത്തരമൊരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടുകയും വളരെ പരുഷമായി തന്നെ നെതന്യാഹുവിനെ ട്രംപ് ശാസിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേ തുടർന്നാണ് ബെയ്റൂത്തിന് നേർക്കുള്ള ആക്രമണം നിർത്തിവെച്ചത്. പക്ഷേ ഇന്നലെ ഒരു ചർച്ചയിലൂടെ ഈ മുന്നോട്ട് പോകുന്നു, ഒരു കരാറിനുള്ള സാധ്യത തെളിയുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ വീണ്ടും ബെയ്റൂത്തിന് നേരെ ആക്രമണം നടത്തി ഈ സാധ്യതയെ, ഈ സമാധാന നീക്കത്തെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമായിരുന്നു നെതന്യാഹു നടത്തിയത്. അതിന് വളരെ ശക്തമായി തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായി. 10-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് റമൺ ഡേവിഡ് എയർബേസ് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നത്. ആളപായമില്ല എങ്കിൽ പോലും വലിയ തോതിൽ ഈ എയർബേസിനും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ട്രംപ് ഇടപെട്ടതോടുകൂടി തൽക്കാലം ഒരു വെടിനിർത്തൽ ഉണ്ടാവും, അല്ലെങ്കിൽ ശാന്തി ഉണ്ടാവും, തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ തുടർ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രവചനം നടത്തുക അസാധ്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, IRGCയും ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം ഒരുപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്, തങ്ങൾക്കെതിരെ ഇനി ആക്രമണം വരികയാണെങ്കിൽ, ബെയ്റൂത്തിന് നേരെ ആക്രമണവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള മാരകമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. അത് കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകും. അത് കേവലം ഈ ഹോർമുസിന്റെ ആ ഏരിയയിൽ മാത്രം പരിമിതമായിരിക്കുകയില്ല, ഇന്ത്യൻ സമുദ്രത്തിലേക്ക് കൂടി സംഘർഷം വ്യാപിക്കും എന്നതുൾപ്പെടെയുള്ള വലിയ മുന്നറിയിപ്പുകൾ ഇറാൻ നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണവും പ്രത്യാക്രമണവും പിന്നെ അതിനോടുള്ള ഇനിയിപ്പോൾ ഇറാന്റെ അടുത്ത നീക്കം എന്നത് നിർണായകമായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് വളരെ ശക്തമായിട്ട് ഇടപെടുകയാണെങ്കിൽ ഒരുപക്ഷെ പിന്നെ ഇസ്രായേലിനെ കുറെ കൂടി പിന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഭയാനകമായിട്ടുള്ള കൂടുതൽ വ്യാപ്തിയുള്ള ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കുമെന്നൊരു ആശങ്ക ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ജൽസി.